കപടഭക്തി പരിവേഷക്കാരെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുമെന്നും അത് രാഷ്ട്രീയ ദൗത്യമാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. അയ്യപ്പ സംഗമം 7 നിലയിൽ പൊട്ടിപ്പോയെന്നും സതീശൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അവർ വളരെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പുമായി ഞങ്ങൾക്ക് NSSമായിട്ടോ SNDP ആയിട്ടോ ഒരു തർക്കവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരൊക്കെയായിട്ട് നല്ല ബന്ധത്തിലാണ്, സംഘടനാപരമായിട്ട് നല്ല ബന്ധത്തിലാണ്. അവരൊരു വിഷയത്തിൽ അവരൊരു അഭിപ്രായം പറഞ്ഞതിന് ഞങ്ങൾ തമ്മിൽ വഴക്കിടേണ്ട ആവശ്യമില്ലല്ലോ. അവർ സമദൂരമാണ് സിദ്ധാന്തം, അവരുടെ സമദൂര സിദ്ധാന്തം അത് തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് അതിൽ ഞങ്ങൾ അസ്വസ്ഥരാവേണ്ട കാര്യം? എന്താണ്? അദ്ദേഹം വർഗീയതയ്ക്കെതിരായ നിലപാട് എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. NSS ജനറൽ സെക്രട്ടറി വർഗീയവാദികളെ NSSന്റെ അടിച്ചതിൻ്റെ അകത്തേക്ക് അദ്ദേഹം കയറ്റാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. അതൊരു ഉറച്ച നിലപാടാണ്. ആ ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിന് ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞങ്ങളും അദ്ദേഹവുമായിട്ടോ NSSമായിട്ടോ ഒരു തർക്കമില്ല. ഞങ്ങൾ UDFന്റെ ഞങ്ങൾ ഇവരെല്ലാ സമുദായ സംഘടനകളുമായിട്ടും ഞങ്ങൾ നല്ല ബന്ധത്തിൽ ഒരു വഴക്കുമില്ല. പിന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും എതിർക്കും. ആര് വർഗീയത പറഞ്ഞാലും മുഖം നോക്കാതെ കേരളത്തിലെ UDF പറയും. അതൊരു സെക്യുലർ പൊസിഷനിങ് ആണ്. അതിൻ്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ മതേതര മൂല്യങ്ങളെയും മതേതര നിലപാടുകളെയും താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾ വിറ്റ് കാശാക്കില്ല. വാക്കാണ്. കേരളത്തിൽ ഒരു മുന്നണി ധൈര്യസമേതം പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്, പൊളിറ്റിക്കൽ പൊസിഷനിങ് ആണ്. കേരളം സെക്യുലറാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കേരളത്തിലെ പഴയ തലമുറയും വളർന്നുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയും ആ സെക്യുലർ പൊസിഷൻ്റെ കൂടെ നിൽക്കും. അതാണ് UDFന്റെ പൊസിഷനിങ്. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലുള്ള ശക്തമായ ഒരു നിലപാട്. ആര് വർഗീയത പറഞ്ഞാലും അതിനെതിരായ നിലപാടെടുക്കും, മുഖം നോക്കാതെ. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഈ CPMന് ഇത് പറയാൻ കഴിയുന്നത്? CPM ഇങ്ങനെ പറയാൻ കഴിയുന്നത്? CPM ലീഗിന്റെ പുറകെ എത്ര നാൾ നടന്നാണ്? ലീഗിന്റെ പുറകെ നടന്നാണ്? ലീഗ് മതേതര പാർട്ടിയാണ് എന്നുവരെ ലീഗിനെ കിട്ടാൻ വേണ്ടിയിട്ട് LDFലേക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേ CPM അല്ലേ? നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റില്ലേ, ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെന്റില്ലേ? മതേതര പാർട്ടിയാണ്, വർഗീയ പാർട്ടിയല്ല CPM എന്ന് പറഞ്ഞു. പിന്നെ ലീഗിനേക്കാൾ തീവ്രവാദമുള്ള ലീഗ് ഒരു മതേതരവാദിയാണ് എന്ന് ഇവർ പറയുമ്പോൾ തന്നെ ലീഗിൻ്റെ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ് ലീഗിൽ നിന്ന് പോയ മതേതര നിലപാട് ലീഗ് എടുത്തപ്പോൾ ലീഗിനെ തള്ളിപ്പറഞ്ഞ് പോയ തീവ്രവാദ സ്വഭാവമുള്ള INLനെ കൂട്ടത്തിൽ വെച്ചുകൊണ്ടാണ് ഗോവിന്ദൻ ഈ വർത്തമാനം പറയുന്നത്. എന്താണ് ഇവരുടെയൊക്കെ ഒരു ഇത്? ലീഗിൻ്റെ മതേതരവാദത്തിനെതിരായി നിലപാടെടുത്തു. ബാബറി മസ്ജിദ് തകർന്നപ്പോൾ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെടുത്ത മതേതര നിലപാട്, കലാപം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എടുത്ത ശക്തമായ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് തീവ്ര നിലപാടുമായി ലീഗ് വിട്ട INLനെ കൂടെ കക്ഷത്തിൽ വെച്ചിട്ടാണ് ഗോവിന്ദൻ ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കാൻ വന്നത്. വേറെ ആളെ നോക്കിയാൽ മതി. മുഖ്യമന്ത്രി വേദിയിലിരിക്കുമ്പോൾ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചു. UDF ഭരണകാലത്താണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൽ CPMന്റെ പ്രചാരണം? വിദ്വേഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ആനയിച്ച് വേദിയിലേക്ക് കൊണ്ടുവന്നു. എന്ത് സന്ദേശമാണ് CPM കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? കേരളത്തിൽ BJPക്കും വർഗീയ ശക്തികൾക്കും ഇടം നൽകുന്ന പരിപാടിയാണ് CPM ചെയ്യുന്നത്. BJP യാത്ര ചെയ്യുന്ന അതേ വഴിയിലൂടെയാണ് CPM യാത്ര ചെയ്യുന്നത്. യോഗി ആദിത്യനാഥ് പിണറായി വിജയന് പറ്റിയ കൂട്ടുകാരനാണ്. ആ കൂട്ടുചേർന്ന് പോകട്ടെ. ഈ വർഗീയവാദത്തെ പൊളിച്ചുകാട്ടും. UDF 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ സർക്കാരിനോട് ചോദിച്ചു. 10ാം വർഷത്തിൽ പെട്ടെന്ന് എവിടുന്നാണ് അയ്യപ്പ ഭക്തി ഉണ്ടായത്? കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാകുമോ? നാമജപ ഘോഷയാത്രകൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ? 10ാമത്തെ വർഷം തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശബരിമല മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയിരിക്കുകയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. NSSമായോ SNDPയുമായോ യാതൊരു തർക്കവുമില്ല. അവർ ഒരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിൽ ഞങ്ങൾ വഴക്കിടേണ്ട കാര്യമില്ല. സമദൂര സിദ്ധാന്തമാണ് അവരുടേതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. NSSുമായി യാതൊരു തെറ്റിദ്ധാരണയുമില്ല. NSS അടക്കമുള്ള സമുദായ സംഘടനകൾക്ക് എന്ത് തീരുമാനവും എടുക്കാം. ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല. ആരു വർഗീയത പറഞ്ഞാലും UDF എതിർക്കും. അതിന്റെ പേരിൽ എന്ത് നഷ്ടം വന്നാലും സഹിക്കും. മതേതര മൂല്യങ്ങളെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി വിറ്റ് കാശാക്കില്ല. കേരളത്തിലെ പഴയ തലമുറയും പുതിയ തലമുറയും മതേതര നിലപാടിന്റെ കൂടെ നിൽക്കും.
CPM എത്ര കാലം മുസ്ലിം ലീഗിന്റെ പുറകെ നടന്നു. ലീഗിന്റെ മതേതരവാദത്തെ തള്ളിപ്പറഞ്ഞ തീവ്രവാദ സ്വഭാവമുള്ള INL-നെ ഒപ്പം കൂട്ടിയിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ UDF-നെ മതേതരത്വം പഠിപ്പിക്കാൻ വരുന്നത്. പിണറായി വിജയന്റെയും വാസവന്റെയും പടം വെച്ചാണ് അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പന്റെ പടം പോലും ഉണ്ടായില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ CPM ന്യൂനപക്ഷ പ്രീണനം നടത്തി. ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനം നടത്തുകയാണെന്നും VD സതീശൻ ആരോപിച്ചു.